സൂറിൽ ഊതപ്പെടുന്നതാകുന്നു. അപ്പോഴതാ ആളുകളൊക്കെയും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ യജമാനന്റെ മുമ്പാകെ ഓടിയെത്തുന്നു. അങ്ങനെ അപ്പോൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ കഷ്ടമേ, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് അഥവാ ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത് ആരാകുന്നു? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. അതായത് ഇതുവരെ കഴിഞ്ഞുകൂടിയ അവസ്ഥയേക്കാൾ എത്രയോ ഗംഭീരമായ, വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവം ഈ മഹ്ശറിൽ കാണുമ്പോൾ അതിനു മുമ്പ് അനുഭവിച്ചതൊക്കെ വളരെ നിസ്സാരമായും ലഘുവായും തോന്നപ്പെടുമെന്നാണ് പറയുന്നത്. അത് നിമിത്തമാണ് ഇങ്ങനെ പറയുന്നതെന്ന് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർത്തിയെന്ന് പറയാൻ കാരണം അതാണെന്ന്. പിന്നെയും പറയുന്നു, ഒന്നാമത്തെ സൂറിൽ ഊതിയാൽ എല്ലാവരും മരിക്കും, ഉറങ്ങും. പിന്നീട് ഒരു കാലഘട്ടം വരുമ്പോൾ അല്ലാഹു രണ്ടാമത് ഊതാൻ കൽപ്പിക്കുകയും അവർ ഊതുകയും അങ്ങനെ ഹയാത്താക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇടവേളക്കാലം ഒരു തരം ഉറക്കാണെന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടാലൊന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. എന്നാൽ മർഖദ് എന്നൊരു പദം ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ചില ആളുകൾ പറയുന്നു മരണശേഷം ഖബറിൽ ശിക്ഷയില്ല എന്ന്. അത് അവർക്ക് തെറ്റിപ്പോയതാകുന്നു. ഖബറിൽ ശിക്ഷയുണ്ടാകലും പ്രതിഫലമുണ്ടാകലും സ്വാഭാവികമായൊരു കാര്യമാണ്. മരണത്തോടുകൂടി മനുഷ്യന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല എന്നുള്ളത് എല്ലാ മതവിശ്വാസികളും പറയുന്നു. മുസ്ലിമുകൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും യഹൂദികളുമൊക്കെ അതേ വിശ്വാസക്കാരാണ്. മരണത്തോടുകൂടി ആത്മാവിന് അപകടം സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ആത്മാവിന്റെ അവസ്ഥ എന്ത്? സുഖമോ ദുഃഖമോ, സന്തോഷമോ സന്താപമോ എന്താകുന്നു? രണ്ടാലൊന്ന് തീർച്ചയാണ്. ഈ ഒറ്റപ്പെടുക എന്നുള്ളത് മാത്രം മതി. മനുഷ്യൻ അവന്റെ പരിചയപ്പെട്ട എല്ലാ വസ്തുക്കളിൽ നിന്നും, ഭാര്യ, മക്കൾ, സ്നേഹിതന്മാർ, കുടുംബക്കാർ, സഹോദരങ്ങൾ, സമുദായക്കാർ, എല്ലാവരിൽ നിന്നും വേറിട്ട് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ. ആ ഒറ്റപ്പെടൽ മാത്രം മതി ശിക്ഷയായിട്ട്. ഇത് ശരിക്കും നാം ചിന്തിച്ചാൽ എല്ലാവർക്കും ആ ശിക്ഷ ബാധകമാകും എന്ന് മനസ്സിലാകുന്നതാണ്. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പ്രത്യേക ആശ്വാസം കൊടുക്കുക, അതിന് വേറെ പരിപാടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരണശേഷം ഒരു കഷ്ടത, ശിക്ഷ, ദുഃഖം എന്നുള്ളത് ഒരു ഉറച്ച കാര്യമാണ്. അങ്ങനെയുള്ള ആ തത്വം ഈ മനുഷ്യന്മാർ നിഷേധിക്കുന്നത് വലിയ അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ ദുആയിൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹദീസ് നിഷേധിക്കുന്നതിലേക്കുള്ള ഒരു കാലെടുത്ത് വെക്കലാണ് ഇതെന്ന് മനസ്സിലാകുന്നു. ഹദീസ് നിഷേധിക്കാൻ എന്നല്ലാതെ ബുദ്ധിയുണ്ടെങ്കിൽ, ശാന്തമായി ചിന്തിക്കുകയാണെങ്കിൽ ഖബറിലെ അദാബിനെ നിഷേധിക്കാൻ സാധ്യമല്ല. പൊതുവെ മരണത്തോടുകൂടി സ്വാഭാവികമായും ആ ശിക്ഷ വരാവുന്നതാണ്. അള്ളാഹു അവകാശപ്പെട്ടവർക്ക്, ഈമാനും തഖ്വയും ഉള്ളവർക്ക് അതിൽ നിന്ന് മോചനം നൽകുമെന്നുള്ളതും ഉറപ്പാകുന്നു. ഹാദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണിത്. വസദഖൽ മുർസലൂൻ, മുർസലീങ്ങൾ സത്യം പറയുകയും ചെയ്തിരിക്കുന്നു. ഇത് രണ്ടാമത് ഹയാത്താക്കലും വിചാരണ നടത്തി ശിക്ഷാരക്ഷകൾ വിധിച്ച് നടപ്പിൽ വരുത്തലും അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്തമാണ്.